അഡ്ലേഡിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഡക്കായതിനു പിന്നാലെ ഗാലറിക്ക് നേരെ ഒരാളുടെ കൈകൾ ഉയർന്നിരുന്നു. ആ കൈകളും ആ പോക്കും കണ്ടപ്പോൾ ഇത് അയാളുടെ അന്ത്യമാണെന്ന് വരെ പലരും വിധി കുറിച്ചതാണ്. തൊട്ടു പിന്നാലെ സിഡ്നിയിൽ തന്റെ ബ്രാൻഡിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അയാൾ തെളിയിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ റാഞ്ചിയിലെ ഗാലറിക്ക് നേരെ വീണ്ടും ഒരു കൈകൾ ഉയർന്നിരിക്കുന്നു. ഒരു രാജാവിന്റെ കൈ. ഒരു കൈയും വില്ലോ ബാറ്റും കൊണ്ട് ക്രിക്കറ്റിൽ എത്തിപ്പിടിക്കാവുന്ന ദൂരമെല്ലാം താണ്ടിയവന്റെ കരുത്തുറ്റ കൈ. വിരാട് കിങ് കോഹ്ലി എന്ന മാസ്റ്റർ തന്റെ വിമർശകർക്കും തന്നിൽ സംശയമുള്ള മാനേജ്മെന്റിനും നേർക്ക് ചൂണ്ടിയ കൈ. കൂടെ ഓസ്ട്രേലിയയിൽ നിർത്തിയെടുത്തിരുന്ന രോഹിത് ശർമ്മയും ചേർന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വീണ്ടും ഒരു മനോഹര ദിവസം. തീർത്തും ഏകപക്ഷീയമാകുമെന്ന് കരുതിയ ഒരു മത്സരത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് ചേർത്ത ദക്ഷിണാഫ്രിക്കക്കും കൊടുക്കണം ഒരു കൈ. കാരണം ഇതുപോലെ ഒരു ഏകദിനത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം തന്നൊരു മത്സരം അടുത്തൊന്നും കണ്ട ഓർമ്മയില്ല. ഇന്നലെ കണ്ട ദൃശ്യങ്ങളെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. റാഞ്ചിയിൽ വീണ്ടും ഒരു ടോസ് നഷ്ടത്തോടെയാണ് ഇന്ത്യ മത്സരം തുടങ്ങുന്നത്. ക്യാപ്റ്റന്മാരും വേദികളും മാറി മാറി വന്നെങ്കിലും ടോസ് ഇടുന്ന നാണയം കറങ്ങിത്തിരിഞ്ഞു വീഴുന്നത് എന്നും ഇന്ത്യക്കെതിരെയാണ്. യുക്തിസഹമായി വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രതിഭാസം. ഇന്ത്യ ഏകദിനത്തിൽ തുടർച്ചയായി 19ാം തവണ ടോസ് നഷ്ടപ്പെട്ടാണ് ബാറ്റിംഗിന് ഇറങ്ങിയത്. ടോസ് നേടിയാൽ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനായിരുന്നു ഇന്ത്യയുടെയും പ്ലാൻ. കൂടുതൽ ഫിറ്റായ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള രോഹിത്തിനൊപ്പം ഓപ്പണിംഗിന് ഇറങ്ങേണ്ട ചുമതല ഇക്കുറി രണ്ടാമത്തെ ഏകദിനം മാത്രം കളിക്കുന്ന ജയ്സോളിനായിരുന്നു. അങ്ങനെ നീലപുതച്ച റാഞ്ചിയുടെ ആരവങ്ങൾക്ക് മേൽ രോഹിതും ജയ്സോളും നടന്നു തുടങ്ങി. ആദ്യ പന്തിൽ തന്നെ യാൻസനെ ബൗണ്ടറി അടിച്ച് ഇന്ത്യ നയം വ്യക്തമാക്കി. പക്ഷേ ജയ്സോളിന്റെ നിൽപ്പധികം നീണ്ടില്ല. ബർഗറിന്റെ പന്തിൽ ഡീകോക്കിന് പിടികൊടുത്ത് പുറത്തേക്ക്. പിന്നാലെ ഗാലറിയിലെ ആരവങ്ങൾ ഒരിക്കൽ കൂടി പൊങ്ങി. സ്ട്രീമിംഗ് സൈറ്റുകളിൽ വ്യൂവർഷിപ്പുകൾ ഉയർന്നു തുടങ്ങി. വിരാട് കോഹ്ലി ക്രീസിലേക്ക്. ബർഗറിന്റെ പന്തിൽ എഡ്ജ് ഫോറോടെയാണ് കോഹ്ലി തുടങ്ങിയത്. അതിനിടയിൽ ബർഗറിന്റെ പന്തിൽ സ്ഥിരം ശൈലിയിൽ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച രോഹിതിനെ ടോണി സിദോർസ് വിട്ടുകളയുന്നു. ഒരുപക്ഷെ അത് വിക്കറ്റായിരുന്നുവെങ്കിൽ മത്സരഗതി തന്നെ മാറേണ്ടതാണ്. ആ തെറ്റിൽ നിന്നും പാഠം പഠിച്ച രോഹിതാകട്ടെ പിന്നീടൊരു അവസരവും അവർക്ക് കൊടുത്തതുമില്ല. വിരാടാകട്ടെ ഇന്നലെ ഉടനീളം തന്റെ ഫുൾ ഫ്ലോയിലായിരുന്നു. ക്ലാസും സ്റ്റൈലും അതിലേറെ കോൺഫിഡൻസും വിരാടിൽ ഉടനീളം കണ്ടു. രോഹിതും കോഹ്ലിയും ക്രീസിൽ ഉറച്ചതോടെ ഗാലറിയുടെ ആരവും റൺനിരക്കും ഒന്നിച്ചു പൊങ്ങി. രണ്ട് ഇതിഹാസങ്ങളും റാഞ്ചിക്ക് നൽകിയത് മനോഹരമായൊരു ക്രിക്കറ്റ് വിരുന്ന്. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടോസിലെ കണക്കുകൂട്ടൽ തെറ്റിയോ എന്ന് വരെ ചിന്തിച്ച സമയം. ഒടുവിൽ യാൻസന്റെ പന്തിൽ 57 റൺസുമായി രോഹിത് മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 21.2 ഓവറിൽ 161 തൊട്ടിരുന്നു. അതിനിടയിൽ ഏകദിനത്തിൽ ഏറ്റവും അധികം സിക്സർ എന്ന അഫ്രീദിയുടെ റെക്കോർഡും രോഹിത് പേരിലാക്കി. ദ ആർട്ട് ഓഫ് എഫേർട്ട്ലെസ് പവർ. രോഹിത് മടങ്ങുമ്പോൾ ഒരു 400 റൺസിലേക്ക് വരാനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ റിഥം തെറ്റുകയാണ്. ഏകദിനത്തിലേക്ക് ഏറെക്കാലത്തിന് ശേഷം മടങ്ങിയെത്തിയ ഋതുരാജ് ഗെയ്ക്വാദും ഗംഭീറിന്റെ സ്ഥിരം പരീക്ഷണ വസ്തുവായ വാഷിംഗ്ടൺ സുന്ദറും കാര്യമായ സംഭാവനകളില്ലാതെ മടങ്ങുന്നു. ഇക്കുറി 5ാം നമ്പറാണ് സുന്ദറിന് കൊടുത്തത്. ഈ 2 വിക്കറ്റുകളും കോഹ്ലിയുടെ അഗ്രഷനെയും കാര്യമായി ബാധിച്ചു. പിന്നീടെത്തിയ രാഹുലിനെ ഒരറ്റത്ത് സാക്ഷിയാക്കി വിരാട് കോഹ്ലി തന്റെ 52ാം സെഞ്ചുറിക്കായി കൈകളുയർത്തി. വീട്ടിലിരിക്കുന്ന ആലസ്യമോ പ്രായത്തിന്റെ അവശതകളോ തരിമ്പും ബാധിക്കാത്ത ഒരു ടോപ്പ് നോക്ക്. ബ്രാൻഡിന്റെ ബലത്തിലല്ല, ബാറ്റിന്റെ ബലത്തിൽ തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് വിരാട് കോഹ്ലി പ്രഖ്യാപിച്ച മൊമെന്റ്. സെഞ്ചുറിക്ക് ശേഷം കോഹ്ലി ഗിയർ ചേഞ്ച് ചെയ്യുന്നതാണ് കണ്ടത്. 37ാം വയസ്സിൽ സച്ചിൻ നേടിയ ഡബിൾ സെഞ്ചുറി പോലെ കോഹ്ലിക്കും കാലമെന്ന് കാത്തുവെച്ചിരിക്കുമോ എന്ന് വരെ തോന്നിച്ചു. പക്ഷേ അതിനിടയിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിൽ തിരിച്ചു നടക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ വരെ അയാൾക്ക് കൈകൊടുത്താണ് തിരിച്ചയച്ചത്. റൺ ഉയർത്തേണ്ട ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നായിരുന്നു അടുത്ത ചോദ്യം. നനഞ്ഞു തുടങ്ങിയ രാഹുൽ അവസാന ഓവറുകളിൽ തന്റെ കയ്യിലുള്ള ഷോട്ടുകൾ പുറത്തെടുത്തതോടെ ഇന്ത്യ ചെന്നു നിന്നത് 349. ബാറ്റർമാർക്ക് അനുകൂല്യമുള്ള ഈ പിച്ചിൽ ദക്ഷിണാഫ്രിക്ക എന്ത് മറുപടി നൽകുമെന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം. വലിയൊരു സ്കോറിലേക്ക് മുന്നേറാനുള്ള പാത ഓപ്പണർമാർ വെട്ടിത്തെളിക്കുമെന്ന് കരുതിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് തെറ്റി. ഹർഷിത് റാണയുടെ 1ാം തരമൊരു ഡെലിവറിയിൽ റയാൻ റിക്കൽട്ടൺ ക്ലീൻ ബൗൾഡായി പുറത്ത്. ഇന്ത്യൻ മണ്ണിൽ മികച്ച റെക്കോർഡുള്ള മികച്ച ഫോമിലുള്ള ഡീകോക്കായിരുന്നു അടുത്തതായി എത്തിയത്. പക്ഷേ റാണയുടെ പന്തിൽ 0 മടക്കം. കോച്ചിന്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് മാത്രമല്ല ടീമിനുള്ളത് എന്നായിരുന്നു ഹർഷിദിന്റെ സ്റ്റേറ്റ്മെന്റ്. പിന്നാലെ അർഷദീപിന്റെ പന്തിൽ മാക്രമും മടങ്ങി. സ്കോർ അപ്പോൾ 11-3. ഒരു ചെറുത്തുനിൽപ്പോ പോരാട്ടമോ പോലും നൽകാതെ ഏകപക്ഷീയ വിജയമായിരിക്കുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ പോരിന്റെ പുതിയ പോർമുഖം അവിടെ തുറക്കുകയാണ്. ടോണി സിദോർസിയും ബിദ്സ്കയും ഒത്തുചേരുന്നു. ഇരുവരും വായിച്ച പല ബൗണ്ടറികളും അതിമനോഹരമായിരുന്നുവെന്ന് പറയാതെ വയ്യ. ഇരുവരും നിലയുറപ്പിച്ചു വരവേ ഡിസോർസിയെ പുറത്താക്കി കുൽദീപ് യാദവിന്റെ കാമിയോ. കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ഇന്ത്യ വീണ്ടും വിചാരിച്ചിരിക്കെ അടുത്ത് ഇടിവെട്ടുകയാണ്. യെസ്, ഡെവാൾഡ് ബ്രേവിസ്. അതുപോലൊരു സിറ്റുവേഷനിൽ വന്ന് അതുപോലുള്ള ഷോട്ടുകൾ എറിക്കാനുള്ള ചെക്കൻ്റെ കരുളുറപ്പ് സംബന്ധിച്ചേ മതിയാകൂ. ഹർഷിത് റാണയെ പായിച്ച നോ ലുക്ക് ഷോട്ട് തന്നെ ബ്രേവിസിന്റെ സ്കിൽ വിളിച്ചോതുന്നുണ്ട്. ബേബി ABD എന്നത് പേരിൽ മാത്രമല്ല എന്ന് തെളിയിച്ച മൊമെന്റ്. പിന്നാലെ ഹർഷിത് റാണയുടെ ദിവസത്തിൽ അടിതെറ്റി ബ്രേവിസും മടങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയുടെ സ്കോർ അപ്പോൾ 5-130. 200-ലേറെ റൺസ് ജയിക്കാൻ ഇനിയും വേണം. ഇവരെത്ര നേരം ചെറുത്തു നിൽക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്.
പിന്നാലെ ബിൻസ്കൊപ്പം മാർക്കോ യാൻസൺ ക്രീസിലേക്ക്. 10 ഓവർ എറിഞ്ഞു വരുന്ന യാൻസൺ എന്തു ചെയ്യുമെന്ന ചോദ്യങ്ങൾക്ക് മേൽ ഒരു തീക്കാറ്റ് പോലെ അയാൾ പടർന്നു തുടങ്ങി. യാൻസന്റെ ചില ഷോട്ടുകൾ ഒരു സൂചനയായിരുന്നുവെങ്കിലും ആദ്യമത് ഇന്ത്യ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ പിന്നീടങ്ങോട്ട് യാൻസൺ ആളിക്കത്തുകയാണ്. റാഞ്ചിയെ മുൾമുനയിൽ നിർത്തിയുള്ള യാൻസന്റെ അപ്രതീക്ഷിത എൻട്രിയിൽ ഇന്ത്യൻ ബൗളർമാർക്ക് തല കറങ്ങി. അർദ്ധ സെഞ്ചുറി കുറിക്കാൻ യാൻസന് വേണ്ടി വന്നത് വെറും 26 പന്തുകൾ മാത്രം. ആ ഷോട്ടുകളിൽ ദക്ഷിണാഫ്രിക്കയുടെ റെക്കോർഡ് റൺ റേറ്റ് 8 ചുവടേക്ക് വന്നു. ഓർക്കാപുറത്ത് കിട്ടിയ അടിയിൽ ഇന്ത്യ പതറി എന്ന് തന്നെ പറയാം. ഒടുവിൽ 33-ാം ഓവറിൽ കുൽദീപിന്റെ പന്തിൽ യാൻസന് തെറ്റിയതോടെയാണ് റാഞ്ചി തങ്ങളുടെ ശബ്ദം വീണ്ടെടുത്തത്. പിന്നാലെ ബിഡ്സ്കയെ കോഹ്ലിയുടെ കൈകളിൽ എത്തിച്ചു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്നത് വെറുമൊരു തസ്തികയില്ലെന്ന് കുൽദീപ് തെളിയിച്ചു. ഇതിപ്പോൾ തീരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കവെയാണ് അടുത്ത യുദ്ധം തുടങ്ങുന്നത്. യെസ്, കോർബിൻ ബോഷ്. ഇന്ത്യ വീണ്ടും മുൾമുനയിൽ. 150 കടക്കുമോ എന്ന് പോലും തോന്നിച്ച മത്സരത്തിൽ പ്രോട്ടിയാസ് 300 തന്നെ അടിച്ച് ഇന്ത്യയെ ഞെട്ടിച്ചു. പക്ഷേ ബോഷിന്റെ ഒറ്റയാൾ പോരാട്ടത്തിനും ഹെർക്കൂലിയൻ ടാസ്കിലെത്താനായില്ല. 17 റൺസ് വിജയത്തോടെ അവസാനത്തെ ചിരി ഇന്ത്യക്ക് സ്വന്തം. കോഹ്ലിക്ക് വീണ്ടും ഒരു പ്ലെയർ ഓഫ് ദ മാച്ച്. താൻ എവിടേക്ക് വരികയാണെങ്കിലും അത് 120% മാത്രമായിരിക്കും വരികയെന്ന തൻ്റെ ഡയലോഗ് കോഹ്ലി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഓസീസ് പര്യടനത്തിന് പിന്നാലെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ സീനിയേഴ്സ് തന്നെ വീണ്ടും ചുമക്കുന്നൊരു പരമ്പരയാകുമോ ഇത്? അങ്ങനെയെങ്കിൽ ഗംഭീറിന് തൻ്റെ പ്ലാനുകൾ മാറ്റേണ്ടി വരും.